നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിഞ്ഞനത്ത് യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതികൾ പിടിയിൽ. നാട്ടിക ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ LDF പിടിച്ചെടുത്തു. എടമുട്ടം പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി വേലയ്ക്ക് കൊടികയറി. വാർത്തകളിലേക്ക് വിശദമായി. പെരിഞ്ഞനത്ത് യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതികളായ 3 പേരെ പോലീസ് കാസർഗോഡ് കുമ്പളയിൽ നിന്ന് പിടികൂടി. കുരിക്കുഴി ആശേരിക്കയറ്റം സ്വദേശി പണിക്ക വീട്ടിൽ ഡുഡു എന്ന് വിളിക്കുന്ന ഇജാസ്, കരുവന്നൂർ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിയാസ്, പൊറത്തിശ്ശേരി പുരയാറ്റ് പറമ്പിൽ വീട്ടിൽ ഗോകുൽ കൃഷ്ണ എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ ഇവർ പോലീസ് പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതോടെയാണ് കാസർഗോഡേക്ക് കടന്നത്. കുമ്പളയിലെ ഒരു വീടിന്റെ ടെറസിന് മുകളിൽ ഒളിച്ചു താമസിക്കുകയായിരുന്ന പ്രതികളെ സാഹസികമായാണ് പോലീസ് സംഘം കീഴ്പ്പെടുത്തിയത്. അറസ്റ്റിലായ ഇജാസ് മണ്ണൂത്തിയിലെ വധശ്രമ കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രതിയും കാപ്പ നിയമപ്രകാരം നടപടി നേരിടേണ്ട ആളുമാണ്. ഇതുകൂടാതെ വിവിധ സ്റ്റേഷനുകളിലായി 18 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. നിയാസ് ഇരിഞ്ഞാലക്കുട ചേർപ്പ് പോലീസ് സ്റ്റേഷനുകളിലായി 7 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കൂടാതെ കാപ്പ പ്രകാരം നാടുകടത്തപ്പെട്ട പ്രതിയുമാണ്. ഗോകുൽ കൃഷ്ണ ഇരിഞ്ഞാലക്കുട ചേർപ്പ് പോലീസ് സ്റ്റേഷനുകളിലായി 4 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ഈ കേസിൽ കരുവന്നൂർ പൊറത്തിശ്ശേരി സ്വദേശികളായ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ഷമീർ, മുരിങ്ങത്ത് വീട്ടിൽ സുധിൻ എന്നിവരെ നേരത്തെ പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ ജില്ലാ ഡാൻസ് ഓഫ് അംഗങ്ങളായ GSI CR പ്രദീപ്, GISI ലിജു ഇയാനി, GSCPO CK ബിജു, CPO സുർജിത്ത് സാഗർ, കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽകുമാർ, ഡെൻസ്മോൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ബൊക്ക ജൂനിയേഴ്സ് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ മത്സരത്തിൽ പ്ലേ ബോയ്സ് തൃശൂർ വിജയികളായി. ഓരോ ഗോൾ നേടി സമനിലയിലെത്തിയതിനെ തുടർന്ന് പെനാൽറ്റി ഷൂട്ടൌട്ട് നടത്തിയെങ്കിലും വീണ്ടും സമനിലയിൽ വന്നതിനാൽ നറുക്കെടുപ്പ് നടത്തുകയായിരുന്നു. തൃശൂർ PFA 2ാം സ്ഥാനം സ്വന്തമാക്കി. CC മുകുന്ദൻ MLA കളിക്കാരെ പരിചയപ്പെട്ടു. ലാൽ കച്ചില്ലം, മണപ്പുറം ഫിനാൻസ് ചീഫ് PRO സനോജ് ഹെർബർട്ട്, ബിജോയ്, PS ബിജോയ് എന്നിവർ അനുഗമിച്ചു. കയ്പമംഗലം MLA ET ടൈസൺ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലാൽ കച്ചില്ലം അധ്യക്ഷത വഹിച്ചു. CC മുകുന്ദൻ MLA വിജയികൾക്ക് സമ്മാനദാനം നടത്തി. കിഷോർ വാഴപ്പുള്ളി, KK ഭരതൻ, PS ബിജോയ്, KS മണികണ്ഠൻ, KS രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കായിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാം ഒരു അനിവാര്യതയാണ്. ഈ കാലഘട്ടത്തിലുണ്ടാകുന്ന മിക്കവാറും പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുക ഇത്തരം കൂടിച്ചേരലുകൾ തന്നെയാണ്. നമ്മുടെ ചെറുപ്പക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക്, പൊതുസമൂഹത്തിന് ആവശ്യമുള്ള നിരവധിയായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് ഇതിലൂടെ ആർജിക്കാൻ എളുപ്പം കഴിയും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. നാട് പലപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങളും പലതരം കുഴപ്പങ്ങളിലും ഒക്കെ പെടുമ്പോഴും B1 നമ്മൾ ഒരുമിച്ചാണ്, ഒന്നിച്ചാണ് എന്ന ആശയം ഇപ്പോഴും ഏറ്റവും ഗൗരവപ്പെട്ട അർത്ഥത്തിൽ ഉയർത്താൻ കഴിയുന്നത് അതുപോലെ തന്നെ കായിക രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ്. വാടനപ്പള്ളി ആനവളവ് വടക്കൻ വേൽമുരുകൻ ആദി ഗുരുമുത്തപ്പൻ ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്ര മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. വെള്ളിയാഴ്ച രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവ ഉണ്ടായിരുന്നു. തുടർന്ന് നാദസ്വരം, പഞ്ചവാദ്യം എന്നിവയോടുകൂടിയ എഴുന്നള്ളിപ്പ് നടത്തി. വൈകിട്ട് വാടനപ്പള്ളി കടപ്പുറം വയൽദേവി ക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്റെ അകമ്പടിയിൽ താലം, വാദ്യം, ശിങ്കാരിമേളം, കാളകളി, തമ്പോലം, നൃത്തം എന്നിവയുടെ അകമ്പടിയോടുകൂടിയ എഴുന്നള്ളിപ്പ് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് നിറമാല, ചുറ്റുവിളക്ക്, വർണ്ണമഴ, കേളി, പറ്റ്, തായമ്പക എന്നിവയും ഉണ്ടായിരുന്നു. പുലർച്ചെ
വടുക്കുംവാതുക്കൽ കർമ്മം, ഗുരുതി, പൂത്താലത്തോടുകൂടിയ എഴുന്നള്ളിപ്പ്, കൊടിയിറക്കൽ, ആറാട്ട്, ബ്രഹ്മകലശം, മംഗളപൂജ, തുടർന്ന് ശുദ്ധിക്രിയകളും നടത്തി. ചടങ്ങുകൾക്ക് വടക്കൻ അഭിലാഷ് തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഈ മാസം 27 വെള്ളിയാഴ്ച രാവിലെ നട തുറക്കൽ, പൊങ്കാല സമർപ്പണം, വൈകിട്ട് ദീപാരാധന, തുടർന്ന് വീരഭദ്രൻ, വിഷ്ണുമായ, ഗുരുമുത്തപ്പൻ എന്നിവർക്ക് പ്രത്യേക കലശവും ഉണ്ടായിരിക്കും. കാരമുക്ക് ചിറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വേല ആഘോഷം ഭക്തിനിർഭരമായി. വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവ നടത്തി. വൈകിട്ട് 3 മണിക്ക് മഠത്തിൽ നിന്നും വരവ്, പഞ്ചവാദ്യം, ദീപാരാധനയ്ക്ക് ശേഷം തായമ്പക, തുടർന്ന് മേളം, പുലർച്ചെ ഗുരുതിയും ഉണ്ടായിരുന്നു. കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF അന്തിക്കാട് യൂണിറ്റ് എന്നിവരുടെ നേതൃത്വത്തിൽ അർഹരായ കുടുംബങ്ങൾക്ക് റമദാൻ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KV അബ്ദുൽ സലാം ഹാജി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KK അബ്ദുൽ സലാം ഹാജി, ജനറൽ സെക്രട്ടറി KK അക്ബർ ഹാജി, ജോയിന്റ് സെക്രട്ടറി PK അബ്ദുൽ അസീസ് ഹാജി, ഫിനാൻസ് സെക്രട്ടറി PK അബ്ദുൽ മുഹസിൻ, SYS സർക്കിൾ സെക്രട്ടറി BN നിസാർ എന്നിവർ സംസാരിച്ചു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയാസൂത്രണം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ ഡിഗ്രി, ഡിപ്ലോമ, പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന SC വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണോദ്ഘാടനം വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജിത് MS, പഞ്ചായത്ത് മെമ്പർമാരായ KS ധനീഷ്, ഷൈജ ഉദയകുമാർ, സുശീൽ PR, നൌഫൽ വലിയകത്ത് എന്നിവർ സംസാരിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി ഫ്രെഡി ജോസ് പദ്ധതി വിശദീകരണം നടത്തി. 6 ലക്ഷം രൂപ ചെലവഴിച്ച് 15 വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് അനുവദിച്ചത്. കണ്ടശങ്കടവ് വെണ്ണക്കൽ രുധിരമാല ഭഗവതി ക്ഷേത്രത്തിലെ തോറ്റമ്പാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് സുബ്രഹ്മണ്യ സ്വാമിക്ക് പാനകപൂജ, ചിന്തുപാട്ട്, നൃത്തം എന്നിവ നടന്നു. ശനിയാഴ്ച രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, തുടർന്ന് അഞ്ജനമണി നാഗത്തിന് കളവും നടത്തി. വൈകിട്ട് ദീപാരാധന, കരുനാഗത്തിന് കളം, അത്താഴപൂജ, ഭൂതകളം, എഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടായിരുന്നു. ഞായറാഴ്ച രാവിലെ ഉഷപൂജ, തുടർന്ന് മുത്തപ്പനും ഉപമുത്തപ്പന്മാർക്കും രൂപക്കളം, ഉച്ചപൂജ, വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വീരഭദ്രസ്വാമിക്ക് രൂപക്കളവും അത്താഴപൂജയും നടത്തും. 23-ാം തീയതി തിങ്കളാഴ്ച രാവിലെ ഉഷപൂജ, കരിങ്കുട്ടി സ്വാമിക്ക് രൂപക്കളം, ഉച്ചപൂജ, വൈകിട്ട് 4 മണിക്ക് ഹനുമാൻ സ്വാമിക്ക് രൂപക്കളവും ഉണ്ടാകും. ദീപാരാധനയ്ക്ക് ശേഷം അത്താഴപൂജ, തുടർന്ന് വിഷ്ണുമായ സ്വാമിക്ക് കളം, പുലർച്ചെ എഴുന്നള്ളിപ്പ്, പാന, കനലാട്ടം എന്നിവയും ഉണ്ടായിരിക്കും. ഉത്സവ ദിവസമായ ഫെബ്രുവരി 24-ന് ചൊവ്വാഴ്ച രാവിലെ ഗണപതി ഹോമം, തുടർന്ന് ദേവിക്ക് ഉദയാസ്തമന കളം,
ഉച്ചപൂജ, പ്രസാദഊട്ട് എന്നിവ നടത്തും. വൈകിട്ട് 3:30 പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടുകൂടിയ പുറത്തേക്ക് എഴുന്നള്ളിപ്പും ദീപാരാധനയ്ക്ക് ശേഷം തായമ്പകയും അത്താഴപൂജയും നടക്കും. തുടർന്ന് തൃപ്പയാർ നവമിത്ര ടീം അവതരിപ്പിക്കുന്ന വീരനാട്യവും അരങ്ങേറും. രാത്രി 10 മണിക്ക് ദേവിക്ക് രൂപക്കളവും പുലർച്ചെ 2:30 എഴുന്നള്ളിപ്പ്, തുടർന്ന് ഗുരുതി, ദേവിയെ പാടി കുടിയിരുത്തൽ, മംഗളപൂജ, നടയടയ്ക്കൽ എന്നിവയും ഉണ്ടായിരിക്കും. ക്ഷേത്രം ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഉണ്ണികൃഷ്ണൻ ചെമ്പോലപ്പുറത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ LDF പിടിച്ചെടുത്തു. 15 വാർഡിൽ 12 വാർഡിലും LDF പ്രതിനിധികൾ എതിരില്ലാതെ വിജയിച്ചു. 5-ാം വാർഡ് CDS രാജി രഞ്ജൻ ചെയർപേഴ്സണായും 15-ാം വാർഡ് CDS അമ്പിളി മോഹനൻ വൈസ് ചെയർപേഴ്സണായും ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു. തുടർന്ന് നടന്ന പ്രകടനത്തിലും അനുമോദനത്തിലും LDF നേതാക്കളായ KB ഹംസ, രജനി ബാബു, CS മണി, CK ശിവരാജൻ, ജൂബി പ്രദീപ്, ചെയർപേഴ്സൺ രാജി രഞ്ജൻ, വൈസ് ചെയർപേഴ്സൺ അമ്പിളി മോഹൻ എന്നിവർ സംസാരിച്ചു. 15 CDS മെമ്പർമാരും അതുപോലെ തന്നെ CDS ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഏകകണ്ഠമായി പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ വലിയ ഭൂരിപക്ഷം LDFിൻ്റെ പ്രതിനിധികളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഏകകണ്ഠമായിട്ടാണ് ഇവരെയൊക്കെ തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പ്രത്യേകം ഇവരെ CPMന് വേണ്ടി, LDFിന് വേണ്ടി ഓരോരുത്തരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ്, അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. 14 വാർഡിൽ നിന്ന് നമുക്കുണ്ടായിരുന്ന 14 വാർഡും ഒരേ മനസ്സോടുകൂടി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പ്രവർത്തിച്ച ആ കുടുംബശ്രീ അംഗങ്ങളുടെ അംഗീകാരമാണ് എനിക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള ഈ ചെയർപേഴ്സൺ സ്ഥാനം. കഴിമ്പ്രം നെടിയിരിപ്പിൽ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ശ്രീമദ് ഭാഗവത് സപ്താഹത്തിന് തുടക്കം കുറിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് യജ്ഞവേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം താളമേളങ്ങളുടെയും താലപ്പൊലികളുടെയും അകമ്പടിയോടുകൂടി മൂന്നാംകൂറ്റ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആനയിച്ചു കൊണ്ടുവന്നു. സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി കപിലാശ്രമം തൃപ്പയാർ ഭദ്രദീപം കൊളുത്തി. യജ്ഞാചാര്യൻ ഭാഗവത സദ്ഗുരു CJ.R. പിള്ള, പെരുമ്പാവൂർ എന്നിവർ മുഖ്യ കാർമ്മികരായി. ഫെബ്രുവരി 27 വരെ യജ്ഞം നീണ്ടുനിൽക്കും. ക്ഷേത്രം പ്രസിഡന്റ് NU ശശി, സെക്രട്ടറി NR സിദ്ധൻ, ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ ഭീതിഹരൻ, കൺവീനർ രമേശ് ബാബു എന്നിവർ നേതൃത്വം നൽകി. അങ്ങനെ നിരന്തരം ഭഗവാൻ തന്നെ നിരന്തരം സ്മരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ദുഷ്ചിന്തകളിൽ നിന്നും ദുർവൃത്തികളിൽ നിന്നൊക്കെ പതുക്കെ പോരും. തൽക്കാലം അതിന് ഫലം ഉണ്ടാവില്ല എന്ന് അന്വേഷിക്കാൻ നിൽക്കണ്ട. ഇതാണ് 24 മണിക്കൂറും ജപിക്കുക. ഇപ്പോൾ ജപിക്കുമ്പോൾ ഒരു സംശയം ഉണ്ടാവും, ശുദ്ധിയുള്ളപ്പോഴാണോ സ്വാമി, അശുദ്ധിയായി എന്താ ചെയ്യേണ്ടേ, പരശുദ്ധം വന്ന് എന്താ ചെയ്യേണ്ടേ, അങ്ങനെയൊക്കെ സംശയങ്ങൾ വരും. ഇതൊന്നും നോക്കണ്ട. ഭഗവാന്റെ മന്ത്രം ജപിക്കാൻ അശുദ്ധിയും ശുദ്ധിയും ഒന്നും ബാധകമല്ല. നമ്മുടെ അകത്തും പുറത്തൊക്കെ ഭഗവാനുണ്ടായി. ഋതുവായ പെണ്ണിനും നിങ്ങൾ ഹരിനാമകീർത്തനം വായിച്ചിട്ടില്ലേ? അതിലൊരു വരിയുണ്ട്, ഋതുവായ പെണ്ണിനും ഇരപ്പവനും ദാഹകനും പതിതന്നും അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനം ഇതൊരു നാളും ആർക്കുമുടൻ അരുതാത്തതല്ല. ഹരിനാരായണായ നമഃ. തളിക്കുളം തണ്ടയാമ്പറമ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷം നടന്നു. രാവിലെ മഹാഗണപതി ഹവനം, ഉഷപൂജ, നാഗങ്ങൾക്ക് പാലും നൂറും കലശാഭിഷേകം, ശീവേലി എഴുന്നള്ളിപ്പ്, വൈകിട്ട് പകൽപൂരം, ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, രാത്രി അത്താഴപൂജ, തായമ്പക, ദേവിക്ക് കളം, ഗുരുതി എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ ശാന്തി മുഖ്യ കാർമ്മികനായി. ക്ഷേത്ര മേൽശാന്തി സതീശൻ സഹകാർമ്മികനായി.
ക്ഷേത്രം ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എടമുട്ടം ശ്രീ പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി വേലയ്ക്ക് കൊടികയറി. പട്ടാമ്പി പണിക്കന്മാർ വന്ന് കൊട്ടി അറിയിച്ചുകൊണ്ട് അശ്വതി വേലയ്ക്ക് തുടക്കമായി. തുടർന്നുള്ള ദിവസങ്ങളിൽ കമ്പരാമായണം കൂത്തുമാടത്തിൽ അരങ്ങേറും. ഞായറാഴ്ച അശ്വതി വേല ദിനത്തിൽ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളം നടക്കും. ഊട്ടോളി രാമൻ ഭഗവതിയുടെ തിടമ്പേറ്റും. പകൽപൂരത്തെ തുടർന്ന് വർണ്ണമഴ, നാടകം എന്നിവ ഉണ്ടായിരിക്കും. തിങ്കളാഴ്ച പുലർച്ചെ മുതൽ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള താലങ്ങൾ ക്ഷേത്രത്തിലെത്തി കാളകളിയും ദാരികനും കാളിയും കളി കഴിഞ്ഞ് രാമശര സമർപ്പണത്തോടുകൂടി ഈ വർഷത്തെ അശ്വതി വേലയ്ക്ക് തിരശ്ശീല വീഴും. അശ്വതി വേല കൊടിയേറ്റത്തിന് ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് റെജി ഭരതൻ, കിഴക്കേടത്ത് സെക്രട്ടറി ശരത്ത് മുരുക്കുന്തറ, ട്രഷറർ രതീഷ് കൊന്നംപറമ്പത്ത്, എക്സിക്യൂട്ടീവ് ഓഫീസർ തുളസി KC മേൽശാന്തി പ്രദോഷ് ശങ്കർ, വൈസ് പ്രസിഡന്റ് ഗംഗാധരൻ BS, ജോയിന്റ് സെക്രട്ടറി സുമേഷ് പാനാട്ടിൽ, ക്ഷേത്രം വെളിച്ചപ്പാട് ഗോപാലകൃഷ്ണൻ വലത്ത്, ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ നാരായണൻ പാനാട്ടിൽ, ശ്യാമള ദേവി കിഴക്കേടത്ത്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രാകേഷ് UR, സുധീഷ് പാനാട്ടിൽ, സുമിത്രൻ തോട്ടാരത്ത്, പവിത്രൻ വാലിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. പൂയത്തിന് പകൽപൂരത്തിന് 5 ആനയോടുള്ള എഴുന്നള്ളിപ്പും പത്മശ്രീ പെരുവനം കുട്ടന്മാരുടെ മേളവുമാണ് നടക്കുന്നത്. നമ്മുടെ പ്രിയങ്കരനായ ആന, നമ്മുടെ പ്രിയങ്കരനായ ഊട്ടോളി രാമനാണ് ഭഗവതിയുടെ തിടമ്പേറ്റുന്നതും. തൃപ്പയാർ പന്നിപ്പുലത്ത് ശ്രീ അന്നപൂർണേശ്വരി ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്ര മഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹവനം, ദേവിമാർക്ക് നവകലശാഭിഷേകം, പന്തീരടി പൂജ, പറനിറയ്ക്കൽ, തുടർന്ന് ശീവേലി എഴുന്നള്ളിപ്പ്, ഉച്ചപൂജ, ഉച്ചയ്ക്ക് പ്രസാദഊട്ട് എന്നിവ നടന്നു. വൈകിട്ട് പൂരം എഴുന്നള്ളിപ്പ്, ദീപാരാധന, പകലിൽ മറഞ്ഞിരുന്നൊരാൾ എന്ന നാടകം, തുടർന്ന് കൊമ്പ്, കുഴൽപ്പറ്റ്, കേളി, തായമ്പക, രാത്രി പൂരം എഴുന്നള്ളിപ്പ്, ഗുരുതി തർപ്പണം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി കൊടുങ്ങല്ലൂർ നടുമുറി ബാബു ശാന്തി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ശാന്തി ജിനേഷ് സഹകാർമ്മികനായിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് PG സിദ്ധാർത്ഥൻ, സെക്രട്ടറി PK സുരേഷ് ബാബു, ട്രഷറർ PS ജഗദീശൻ, വൈസ് പ്രസിഡന്റ് PB സതീശൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മറ്റു വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം.
തൃശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയിൽ അതിപുരാതനമായ ആവണങ്ങാട്ടിൽ കളരി ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലെ വെള്ളാട്ട് മഹോത്സവം ഫെബ്രുവരി 27, 28, മാർച്ച് 1 തീയതികളിൽ. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാടാനപ്പള്ളിയിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം ഫെബ്രുവരി 16 തിങ്കളാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പർച്ചേസ് ചെയ്യുന്ന ഏവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 100,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഉദ്ഘാടനത്തിന് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ, 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വീണ്ടും വാർത്തകൾ നോക്കാം. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും നിലവിലുള്ള മുഴുവൻ DAയും DR-ഉം കുടിശ്ശികയില്ലാതെ അനുവദിച്ചതിലും ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങൾക്കും ബാധകമാക്കിയതിലും സംസ്ഥാന സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ തൃപ്പയാർ മിനി സിവിൽ സ്റ്റേഷൻ മുന്നിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. തൃപ്പയാർ സിവിൽ സ്റ്റേഷൻ മുന്നിൽ നടന്ന പ്രകടനത്തിലും പൊതുയോഗത്തിനും വിവിധ വിദ്യാലയങ്ങളിലെ അധ്യാപകരും വിവിധ ജീവനക്കാരും പങ്കെടുത്തു. പൊതുയോഗം KSTA സംസ്ഥാന കമ്മിറ്റി അംഗം ബിനോയ് T. മോഹൻ ഉദ്ഘാടനം ചെയ്തു.
KSTA ജില്ലാ ട്രഷറർ ടി വിനോദിനി അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വി വിമോദ്, PN റിനേഷ്, BM അരുൺ, NK സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് SYS SSF കൂരിക്കുഴി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വോയിസ് ഓഫ് കൂരിക്കുഴിയുടെ സഹകരണത്തോടെ നടത്തുന്ന ജീരകക്കഞ്ഞി വിതരണം ആരംഭിച്ചു. കൂരിക്കുഴി കമ്പനിക്കടവിൽ നടന്ന ചടങ്ങിൽ കൂരിക്കുഴി മഹല്ല് ഖത്തീബ് സയ്യിദ് ജാഫർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ജമാഅത്ത് യൂണിറ്റ് സെക്രട്ടറി NS നസീർ അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ സമദ് മുസ്ലിയാർ പ്രാർത്ഥന നിർവഹിച്ചു. ഷക്കീർ ഇബ്രാഹിം, KK ഹംസ, KB ഇക്ബാൽ, MM ബഷീർ, മുഹമ്മദ് ആദംസ്, മനാഫ് കൂരിക്കുഴി എന്നിവർ സംസാരിച്ചു. ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക, വിശപ്പറിയുക, അവരെ അറിഞ്ഞ് മനസ്സിലാക്കി ഓരോരുത്തർക്കും വേണ്ടി പ്രവർത്തിക്കുക എന്ന വലിയൊരു ലക്ഷ്യം പരിശുദ്ധ റമളാന്റെ പിന്നിലുണ്ട്. ഓരോരുത്തരും വിശപ്പറിയുമ്പോഴാണ് മറ്റുള്ളവരുടെ വേദന അറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അൽഹംദുലില്ലാഹ് വളരെ സ്തുത്യർഹമായ രൂപത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ കൊണ്ട് വിജയിക്കുന്ന ഒരു കൂട്ടത്തിൽ അല്ലാഹു എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൻ്റെ പ്രായോജികമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരുപാട് അംഗങ്ങൾ നമ്മോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നവർ കോഴിക്കോട് പള്ളിയിൽ വന്ന് ഓരോ ഫിഷറീസ് വകുപ്പും കേരള നോളേജ് ഇക്കോണമി മിഷനും വിജ്ഞാന കേരളവും സംയുക്തമായി നടപ്പിലാക്കുന്ന തൊഴിൽ തീരം പദ്ധതിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലെ തൊഴിൽ അന്വേഷകർക്കായി തൊഴിൽ മേള സംഘടിപ്പിച്ചു. മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ അഭ്യസ്തവിദ്യരെ നൈപുണ്യ പരിശീലനം നൽകി വിജ്ഞാന തൊഴിലുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫിഷറീസ് വകുപ്പും കേരള നോളേജ് ഇക്കോണമി മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തൊഴിൽ തീരം. പദ്ധതിയുടെ ഭാഗമായി 3 മേഖലാ തൊഴിൽ മേളകളാണ് സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത്. MES അസ്മബി കോളേജിൽ നടന്ന തൊഴിൽ മേള ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ആശ അഗസ്റ്റിൻ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ C സീമ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ CBIB, വിജ്ഞാന കേരളം DMC ജ്യോതിഷ് കുമാർ, അസ്മബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KK സമീന, ചെയർമാൻ അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത്, ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഡോക്ടർ PS ശിവപ്രസാദ്, PD ലിസി, മറ്റ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. MES അസ്മബി കോളേജിൽ നടന്ന തൊഴിൽ മേളയിൽ തൃശൂർ, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലെ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ അന്വേഷകർ പങ്കെടുത്തു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാനേ പറ്റില്ല അങ്ങനെ ഒരു രീതിയെ സംബന്ധിച്ച്. അങ്ങനെയൊന്നും ഇപ്പം പറയൂടെ വേണ്ടതില്ല. നമുക്കിപ്പോൾ ഏത് തലങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം നേടി മിടുക്കരായിട്ടുള്ള ആളുകളുടെ എണ്ണം നല്ല പോലെ വർദ്ധിച്ചിട്ടുള്ളത് കേരളത്തിന്റെ പൊതുവായ സ്ഥിതി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഞങ്ങളൊക്കെ ഈ കുട്ടികളെ ആദരിക്കാൻ പോകുന്ന കൂട്ടത്തിൽ ഈ അടുത്ത കാലത്തായി എനിക്ക് തോന്നുന്നു വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം, നമ്മുടെ തീരപ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകളുടെ കുട്ടികൾ ഡോക്ടറേറ്റ് കിട്ടിയ, അതുപോലെ MBBS ഡോക്ടറായ കുട്ടികളുടെ എണ്ണമൊക്കെ എത്രയോ കൂടുതലായിട്ട് വരുന്നുണ്ട്. പണ്ടൊന്നും അങ്ങനെ ഉണ്ടാകുമായിരുന്നില്ല. തോന്നുന്നു ഇപ്പോൾ നല്ല വെണ്ണപത്രത്തിൽ മിടുക്കികളായിട്ടുള്ള ആളുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. വാടനപ്പള്ളി കുരിയക്കോട്ട് മഹാകാളി വിഷ്ണുമായ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന തോറ്റമ്പാട്ട് മഹോത്സവം ഭക്തി നിർഭരമായി. വെള്ളിയാഴ്ച രാവിലെ ഉഷപൂജ, ദേവിയുടെ എഴുന്നള്ളിപ്പ്, സർപ്പപൂജ, നാഗങ്ങൾക്ക് പാലും നൂറും കൊടുക്കൽ, തുടർന്ന് വീരഭദ്രസ്വാമിക്ക് കളവും ഉണ്ടായിരുന്നു. വൈകിട്ട് എഴുന്നള്ളിപ്പ്, നിറമാല, ദീപാരാധനയ്ക്ക് ശേഷം ദേവിക്ക് രൂപക്കളവും നടത്തി. രാത്രി 9-ന് കേളി, തായമ്പക, പുലർച്ചെ എഴുന്നള്ളിപ്പ്, തുടർന്ന് വടക്കും വാതിലിക്കൽ കർമ്മവും ഉണ്ടായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് സുശീൽ കുമാർ, സെക്രട്ടറി KG രാധാകൃഷ്ണൻ, ട്രഷറർ KK കിരൺ, അംഗങ്ങളായ മനോജ്, പ്രജിത്ത്, അക്ഷയ്, മഗീഷ്, മനീഷ്, രാജേഷ്, സുനിൽകുമാർ, ദയാനന്ദൻ, മുരുകാനന്ദൻ, വേണു, തിലകൻ, ഹരിലാൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
കോൺഗ്രസ് നേതാവും മുൻ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും തൃപ്പയാർ മൾട്ടി പർപ്പസ് സഹകരണ സംഘം മുൻ ഭരണസമിതി അംഗവും കരയാവട്ടം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറുമായിരുന്ന എം.ആർ. സുധർമ്മന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് കരയാവട്ടം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. കരയാവട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ.എച്ച്. കബീർ അധ്യക്ഷനായി. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി.എം. നൌഷാദ്, ജില്ലാ പഞ്ചായത്ത് ചെയർപ് ഡിവിഷൻ അംഗം സി.കെ. വിനോദ്, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ സുമേഷ് പാനാട്ടിൽ, ബി.ജെ.പി. നാട്ടിക നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈൻ നെടിയിരിപ്പിൽ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജ്മൽ ഷെരീഫ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി.എസ്. ശരത് കുമാർ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ലാൽ, ഭാരതീയ പട്ടികജാതി ജനസമാജം ജില്ലാ ഭാരവാഹികളായ വേണുഗോപാൽ, അനിൽകുമാർ, കരയാവട്ടം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ബി.എ. ഡേവിസ്, പി.ആർ. അമ്പിളി, രേഷ്മ സുധേവ്, ബാങ്ക് സെക്രട്ടറി കെ.എസ്. അനിൽകുമാർ, എൻ.എസ്. ഉദയകുമാർ, കെ.ജി. അംബിക എന്നിവർ സംസാരിച്ചു. ബി.ജെ.പി. എടമുട്ടം മേഖല 14-ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിമ്പ്രം സ്കൂൾ മുൻ പ്രിൻസിപ്പാളും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവുമായ പി.ആർ. താരാനാഥൻ മാസ്റ്റർ അനുസ്മരണം കഴിമ്പ്രം എസ്.എൻ.എസ്. സമാജം നടയിൽ പറമ്പിൽ വെച്ച് നടന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പർ പി.വി. ആനന്ദൻ അധ്യക്ഷനായി. അനുസ്മരണ യോഗം എസ്.എൻ.ഡി.പി. യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാഥ് ഉദ്ഘാടനം ചെയ്തു. മാഷിന്റെ സഹപ്രവർത്തകരായിരുന്ന സേവ്യാഭിരാമൻ, സുധീപ്, ചന്ദ്രമതി, CITU നാട്ടിക ഏരിയ സെക്രട്ടറി മധുസൂദനൻ TS, CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശശിധരൻ, ബി.ജെ.പി. തൃശൂർ സിറ്റി ജില്ലാ സെക്രട്ടറി ഹരീഷ്, ബി.ജെ.പി. നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈൻ നെടിയിരിപ്പിൽ, മണ്ഡലം വൈസ് പ്രസിഡന്റ് അരുണാഗിരി, 2-ാം വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ രശ്മി ഷിജോ, 14-ാം വാർഡ് മെമ്പർ M.T. നിതീഷ്, വലപ്പാട് സേവാഭാരതി പ്രസിഡന്റ് സുധീർ ദാസ്, കഴിമ്പ്രം ശ്രീനാരായണ വായനശാല പ്രസിഡന്റ് രാധാകൃഷ്ണൻ, സെക്രട്ടറി VC ദിലീപ്, SNDP കഴിമ്പ്രം സൗത്ത് ശാഖാ പ്രസിഡന്റ് MB ജയകൃഷ്ണബാബു, SNS സമാജം കഴിമ്പ്രം പ്രസിഡന്റ് അശോക് കുമാർ മൂത്തേരി, സുമോദ് എർണേഴത്ത്, വൈസ് പ്രസിഡന്റ് ജിതൻ ചോലയിൽ, കഴിമ്പ്രം ശാഖാ പ്രസിഡന്റ് സുഗതൻ പാണ്ടാത്ത്, അഡ്വക്കേറ്റ് K.S. സോമദത്തൻ, ധനീഷ് മഠത്തിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ ഏത്തായി കിഴക്ക് BLS റോഡിൽ പരേതനായ പണിക്കശ്ശേരി അപ്പുക്കുട്ടന്റെ ഭാര്യ സീമന്തനി നിര്യാതയായി. 98 വയസ്സായിരുന്നു. ഹരിലാൽ, രാജൻ എന്നിവർ മക്കളും മോഹിനി, സോജ എന്നിവർ മരുമക്കളുമാണ്. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ നടക്കും. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പെരിഞ്ഞനത്ത് യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതികൾ പിടിയിൽ. നാട്ടിക ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ LDF പിടിച്ചെടുത്തു. എടമുട്ടം പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി വേലയ്ക്ക് കൊടികയറി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.